നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സാധാരണക്കാരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് വാഹന ഉടമകളെയും വീട്ടമ്മമാരെയും സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസകരമായ സന്തോഷം നൽകുന്ന ഒരു വാർത്തയെക്കുറിച്ചാണ്. 2026 ജനുവരി 1 മുതൽ, അതായത് വരുന്ന പുതുവർഷം മുതൽ നമ്മുടെ രാജ്യത്ത് CNGയുടെയും അതുപോലെ വീടുകളിൽ പൈപ്പ് വഴി ലഭിക്കുന്ന ഗ്യാസ് അഥവാ PNGയുടെയും വിലയിൽ വലിയൊരു മാറ്റം വരാൻ പോവുകയാണ്. ലളിതമായി പറഞ്ഞാൽ വില കുറയാൻ പോകുന്നു എന്നതാണ് ആ വാർത്ത. നമുക്കറിയാം, ഇന്ധന വിലയിൽ ഉണ്ടാവുന്ന ചെറിയൊരു മാറ്റം പോലും നമ്മുടെ പ്രതിമാസ ബഡ്ജറ്റിനെ എത്രത്തോളം ബാധിക്കുമെന്ന്. അപ്പോൾ പിന്നെ വില കുറയുന്നു എന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിൽ ഉണ്ടാകുന്ന ചില ചോദ്യങ്ങളുണ്ട്. എത്ര രൂപയാണ് കുറയുക? എന്തുകൊണ്ടാണ് പെട്ടെന്നിങ്ങനെ ഒരു വിലക്കുറവ്? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങളുടെ ഇടയിലുണ്ടാവും. ഇതിന് പിന്നിലുള്ള പുതിയ കണക്കുകൾ എന്തൊക്കെയാണ്? ഈ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് വളരെ വിശദമായിട്ട് തന്നെ പരിശോധിക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് ഈ തീരുമാനം എവിടെ നിന്നാണ് വന്നതെന്ന് നോക്കാം. കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക റെഗുലേറ്ററി ബോർഡ് അഥവാ PNGRB ആണ് ഈ ഒരു സുപ്രധാനമായിട്ടുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. അവരുടെ പുതിയ നികുതി പരിഷ്കരണത്തിന്റെ ഭാഗമായിട്ടാണ് ഈ വിലക്കുറവ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. കൃത്യമായി പറഞ്ഞാൽ 2026 ജനുവരി 1 മുതൽ രാജ്യത്തുടനീളം ഏകീകൃത താരിഫ് അല്ലെങ്കിൽ യൂണിഫൈഡ് താരിഫ് എന്ന സംവിധാനത്തിൽ വരുന്ന മാറ്റങ്ങളാണ് ഇതിന് വഴിയൊരുക്കുന്നത്. ഇനി എത്ര രൂപയുടെ കുറവാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുക എന്ന് നോക്കാം. PNGRB അംഗമായിട്ടുള്ള AK തിവാരി ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്ന വിവരമനുസരിച്ച് CNG-PNG ഉപഭോക്താക്കൾക്ക് ഒരു യൂണിറ്റിന് ഏകദേശം 2 രൂപ മുതൽ 3 രൂപ വരെ ലാഭമുണ്ടാകും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഒറ്റ കേൾവിയിൽ 2 രൂപയോ 3 രൂപയോ വലിയ കാര്യമാണോ എന്ന് ചിലപ്പോൾ തോന്നിയേക്കാം. എന്നാൽ ദിവസവും കിലോമീറ്ററുകൾ വണ്ടി ഓടിക്കുന്ന ടാക്സി ഡ്രൈവർമാരെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ എല്ലാ മാസവും ഗ്യാസ് ബിൽ അടയ്ക്കുന്ന വീടുകളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ കാര്യം തന്നെയാണ്. കണക്ക് കൂട്ടി നോക്കുമ്പോൾ ഒരുപാട് തുക മാസാവസാനം മാറ്റിവെക്കാൻ സാധിക്കും എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. ശരിക്കും എന്താണ് ഈ മാറ്റത്തിന് പിന്നിലെ ടെക്നിക്കൽ വശം? ഇത് നമ്മൾ ഒന്ന് അറിഞ്ഞിരിക്കേണ്ടത് നല്ലതാണ്. ഗ്യാസ് ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് എത്തിക്കുന്നതിന് ഒരു ട്രാൻസ്മിഷൻ ചാർജ് അഥവാ കടത്തുകൂലി ഈടാക്കാറുണ്ട്. ഇതിനെയാണ് താരിഫ് എന്ന് പറയുന്നത്. മുൻപ്, അതായത് നിലവിലുള്ള സംവിധാനത്തിൽ, ദൂരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ 3 സോണുകളായി തിരിച്ചായിരുന്നു ഈ പണം ഈടാക്കിയിരുന്നത്. നമുക്ക് ആ പഴയ കണക്ക് ഒന്ന് നോക്കാം. 2023 വന്ന ആ പഴയ സിസ്റ്റം അനുസരിച്ച് ഗ്യാസ് ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലത്ത് നിന്ന് 300 കിലോമീറ്റർ വരെയുള്ള ദൂരത്തേക്ക് ഗ്യാസ് എത്തിക്കാൻ ചിലവ് കുറവായിരുന്നു. എന്നാൽ 300 കിലോമീറ്റർ മുതൽ 1200 കിലോമീറ്റർ വരെ ദൂരത്തേക്ക് ഗ്യാസ് കൊണ്ടുപോവാൻ ഏകദേശം 80 രൂപയോളം താരിഫ് വരുമായിരുന്നു. ഇനി 1200 കിലോമീറ്ററിന് മുകളിലേക്കാണെങ്കിലോ എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് നോക്കേണ്ടേ? അതെ, അത് 107 രൂപയോളം വരുമായിരുന്നു. അതായത് ഗ്യാസ് ലഭിക്കുന്ന ഉറവിടത്തിൽ നിന്ന് നമ്മൾ എത്ര ദൂരമാണോ താമസിക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ കൊടുക്കുന്ന വിലയും കൂടുമെന്നാണ് ഇതിനർത്ഥം. എന്നാൽ ഇവിടെയാണ് 2026 ജനുവരി 1 മുതൽ വലിയൊരു പൊളിച്ചെഴുത്ത് നടക്കാൻ പോകുന്നത്. റെഗുലേറ്ററി ബോർഡ് ഈ 3 സോണുകൾ എന്നത് മാറ്റി അതിനെ 2 സോണുകളായി ചുരുക്കി ലഘൂകരിച്ചിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ നേരത്തെ പറഞ്ഞ ആ വലിയ തുകയിൽ, അതായത് ദീർഘദൂരത്തേക്ക് ഈടാക്കിയിരുന്ന 80 രൂപയും 107 രൂപയും ഇനി ഉണ്ടാവില്ല എന്നതാണ്. പകരം ഈ ദൂരപരിധികളെല്ലാം ഒരേപോലെ തന്നെ 54 രൂപ എന്ന ഒരൊറ്റ നിരക്കിലേക്ക് ഇനി ഏകീകരിക്കാൻ പോവുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. 107 രൂപ ഈടാക്കിയിരുന്ന സ്ഥാനത്താണ് ഇനി മുതൽ വെറും 54 രൂപ മാത്രം മതിയാകുന്നത്. ഇത് ഗ്യാസ് കമ്പനികൾക്ക് വലിയ ലാഭമുണ്ടാക്കും. ആ ലാഭമാണ് വിലക്കുറവായി നമ്മളിലേക്ക് എത്തുന്നത്. ഇതിനെയാണ് നമ്മൾ ഏകീകൃത താരിഫ് ഘടന എന്ന് വിളിക്കുന്നത്. അതായത് ഇന്ത്യയിൽ നിങ്ങൾ എവിടെ ജീവിച്ചാലും ഗ്യാസ് സോഴ്സിൽ നിന്ന് എത്ര ദൂരെയാണെങ്കിലും ട്രാൻസ്മിഷൻ ചാർജ് ഏകദേശം ഒരുപോലെയാകാൻ ഇത് സഹായിക്കും. ഈ പുതിയ പരിഷ്കരണത്തിൽ CNG വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരെയും ഗാർഹിക PNG ഉപഭോക്താക്കളെയും സോൺ 1 എന്ന കാറ്റഗറിയിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. പാൻ ഇന്ത്യൻ അടിസ്ഥാനത്തിൽ, അതായത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയാണെങ്കിലും അല്ലെങ്കിൽ ഡൽഹിയിലായാലും ഈ കുറഞ്ഞ നിരക്ക് തന്നെയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെ ഒരു മാറ്റം നമുക്ക് എല്ലാവർക്കും ഉപകാരമാവുമെന്ന് സാരം. ദൂരം കൂടുമ്പോൾ വില കൂടുന്ന ആ പഴയ ഭാരം ഇനി ഉപഭോക്താവിന്റെ തലയിൽ ഉണ്ടാവില്ല. ഇതുകൊണ്ട്
എന്ത് ഗുണമാണ് രാജ്യത്തിന് മൊത്തത്തിൽ ഉണ്ടാവുക? സർക്കാർ ലക്ഷ്യമിടുന്നത് ഇന്ത്യയെ ഒരു ഗ്യാസ് അധിഷ്ഠിത സമ്പദ് വ്യവസ്ഥ ആക്കി മാറ്റുക എന്നതാണ്. പെട്രോളിനെയും ഡീസലിനെയും അപേക്ഷിച്ച് മലിനീകരണം കുറഞ്ഞ ഇന്ധനമാണ് CNG. വില കുറയുമ്പോൾ സ്വാഭാവികമായും കൂടുതൽ ആളുകൾ CNG വാഹനങ്ങളിലേക്ക് മാറാൻ തയ്യാറാവും. അതുപോലെ തന്നെ നമ്മുടെ വീടുകളിൽ സിലിണ്ടറുകൾക്ക് പകരം പൈപ്പ്ഡ് ഗ്യാസ് കണക്ഷൻ എടുക്കാനും ആളുകൾക്ക് ഇതൊരു പ്രോത്സാഹനമായി മാറും. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ചെറിയ കാര്യം കൂടിയുണ്ട്. നമ്മൾ ഈ പറഞ്ഞ 2-3 രൂപയുടെ കുറവ് എന്നത് ഒരു ശരാശരി കണക്കാണ്. നമ്മുടെ രാജ്യത്തെ ഓരോ സംസ്ഥാനത്തിനും അവരുടേതായ നികുതികളുണ്ട്. കേരളത്തിലെ നികുതി ആയിരിക്കില്ല തമിഴ്നാട്ടിലോ കർണാടകയിലോ ഉണ്ടാവുക. അതുകൊണ്ട് ഈ പുതിയ നിയമം വരുമ്പോഴും അതാത് സംസ്ഥാനങ്ങളിലെ നികുതികൾ കൂടി നമ്മൾ കണക്കേക്കേണ്ടതുണ്ട്. അന്തിമ വിലയിൽ എങ്ങനെയൊക്കെ മാറ്റമുണ്ടാവുമെന്ന് അപ്പോഴേ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ. എങ്കിലും നിലവിലുള്ള വിലയേക്കാൾ എന്തായാലും കുറവായിരിക്കും എന്നത് ഉറപ്പാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ 2026 തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്കൊരു സമാധാനവും ആശ്വാസവും നൽകുന്ന വാർത്തയിലൂടെ മുന്നോട്ട് പോവാം. അതൊരു വലിയ സന്തോഷം തന്നെയാണ്. ദീർഘദൂര യാത്രകൾ പോകുന്നവർക്കും നിത്യേന ഓഫീസ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വണ്ടി ഉണ്ടെങ്കിലും ടാക്സി, ഓട്ടോ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഇത് വലിയൊരു കൈത്താങ്ങായിരിക്കും. അപ്പോൾ ഈ ഒരു മാറ്റത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇന്ധനവില ഇനിയും കുറയേണ്ടതുണ്ടോ? CNGയിലേക്ക് മാറാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റായി രേഖപ്പെടുത്തുക. ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഉപകാരപ്പെടുമെന്ന് കരുതുകയാണെങ്കിൽ അവർക്ക് കൂടി ഒന്ന് വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക. കൂടുതൽ ഇത്തരം ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഒപ്പം തന്നെ ഒരു ചെറിയ കാര്യം കൂടി പറയാം. നമ്മുടെ നാട്ടിലുള്ള ഊബർ വാഹനങ്ങൾ മിക്കതും നമുക്ക് കാണാം CNGയിലാണ് പോകുന്നത്. കാരണം പെട്രോൾ മുതലാവില്ല. അപ്പോൾ CNG ആണ് അവർ ഉപയോഗിക്കുക. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വിലക്കുറവ് വളരെയധികം ഉപകാരമായിരിക്കും. കാരണം ഈ ഊബറിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം കാരണം പലരും ഈ ജോലി നിർത്തുകയാണ്. ഇങ്ങനൊരു CNGയിൽ വരുന്ന ഒരു ചെറിയൊരു വേരിയേഷൻ കാരണം അവർക്ക് കുറച്ചും കൂടി ലാഭം ഉണ്ടാവാൻ കാരണമാവും. അപ്പോൾ അത് നമുക്കും കൂടി ഉപകാരമാവുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. അപ്പോൾ ആ ഒരു തരത്തിലും കൂടി ഉപകാരമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ നിർത്തുന്നു. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ബൈ.